നമുക്കെല്ലാവർക്കും അറിയാം, മെസ്സി ഇതുവരെ ഇംഗ്ലണ്ടുമായിട്ട് കളിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ലയണൽ മെസ്സി ഇംഗ്ലണ്ടുമായിട്ട് കളിക്കുന്നത്. അർജൻറ്റീന ആണെങ്കിലോ കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ 2 പ്രാവശ്യമാണ് ഇംഗ്ലണ്ടിനോട് കളിച്ചത്. രണ്ടിലും ജയിച്ചത് അർജൻറ്റീന ആണ്. രണ്ടിലും കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. അതിലെ ഒരു കോൺട്രവേഴ്സി ഇന്നും ലോകം ചർച്ച ചെയ്യുന്നത് ദൈവത്തിൻ്റെ കരങ്ങളാന്ന് പറഞ്ഞ ചെകുത്താൻ്റെ കരങ്ങൾ. കൈകൊണ്ട് മറഡോണ നേടിയ ഗോൾ, ക്വാർട്ടർ ഫൈനലിൽ ആ ഗോളിൻ്റെ മികവിൽ ഇംഗ്ലണ്ടിനെ പുറത്താക്കി അർജൻറ്റീന മുന്നോട്ട് പോയി. അന്ന് അർജൻറ്റീന നേടിയ കിരീടം ഇന്നും ആ കരങ്ങളുടെ പേരിൽ ആൾക്കാർ പരിഹസിക്കുന്നുണ്ട്. കാരണം അത് ദൈവത്തിൻ്റെ കൈ ആയിരുന്നില്ല, ചെകുത്താൻ്റെ കൈകളായിരുന്നു. കൈകൊണ്ട് ഗോൾ നേടുന്നത് അന്തസ്സുള്ള പരിപാടിയൊന്നുമില്ല. അതുപോട്ടെ, അപ്പോൾ ഇംഗ്ലണ്ടിനും ഇംഗ്ലണ്ട് ആരാധകർക്കും ഫുട്ബോൾ ആരാധകർക്കും ആ ഒരു റിവെഞ്ച് ഇംഗ്ലണ്ട് എടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. 98 ഒരു അവസരം ലഭിച്ചതാണ്. അന്നും ഇംഗ്ലണ്ട് പരാജയപ്പെട്ടു പെനാൽറ്റിയിൽ. അന്നും കോൺട്രവേഴ്സി ഉണ്ടായി. ബെക്കാമിന് ലഭിച്ച റെഡ് കാർഡ്. സിമിയോണി ബെക്കാമിനെ ഫൗൾ ചെയ്തിട്ട് ബെക്കാം കാലുകൊണ്ട് സിമിയോണി തട്ടി എഴുന്നേൽക്കുന്നതിന് മുമ്പ്. അത് റെഡ് കാർഡിനുള്ളതില്ലെങ്കിലും അതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പറഞ്ഞു വരുന്നത്, ഇംഗ്ലണ്ടിന് ഒരുപാട് നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം അർജൻറ്റീനയെ വീണ്ടും കിട്ടുകയാണ്. അന്ന് അവർക്ക് നഷ്ടപ്പെട്ട റിവെഞ്ച് ഈ പ്രാവശ്യം അവരെടുത്തിരിക്കണം. 40 വർഷത്തിൻ്റെ കടം ഇംഗ്ലണ്ട് തീർക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇംഗ്ലണ്ടിൻ്റെ ലെജൻസ് പുറത്തേക്ക് വന്നു തുടങ്ങി വാക്കുകൾ കൊണ്ട്. അർജൻറ്റീനയെ എന്തായാലും ഇംഗ്ലണ്ട് തരിപ്പണമാക്കും, തോൽപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയും നാളത്തെ ദിവസം ഒരുപാട് ആൾക്കാർ ഇതുപോലെ പുറത്തേക്ക് വരും. കാരണം അവരുടെ ഉള്ളിലൊക്കെ ഒരു അമർഷമുണ്ട്, വിമർശമുണ്ട്. അത് അവർ തീർക്കുമെന്ന് തന്നെ കരുതുന്നു. പിന്നെ ഇംഗ്ലണ്ട് എന്തായാലും ജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ കാൽക്കുലേഷനും. മത്സരം കട്ടക്കായിരിക്കുമെങ്കിലും അർജൻറ്റീനയ്ക്ക് ഇതുവരെ കയറിയതുപോലെ മുന്നോട്ട് കയറി പോകാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും നല്ലൊരു മത്സരം കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ, നിങ്ങളുടെ സ്കോർ പറ, എന്താകുമെന്ന് പറ.